ശ്രീ യുവരാജ് ഗോകുൽ, അവിടെ ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഏകീകരണം അവിടെ കൃത്യമായി നടന്നു എന്നതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ എല്ലാ തരത്തിലുമുള്ള വിഘടനവാദ ശക്തികളും ഒരു കുട കീഴിൽ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ ഉലമ ബോർഡിൻ്റെയൊക്കെ പ്രസ് റിലീസ് പുറത്തു വന്നു. അവർ വലിയ ആവശ്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. വഖഫ് ബോർഡിന് 1000 കോടി നൽകണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ വഖഫ് ഭേദഗതി ബിൽ പൂർണ്ണമായി പിൻവലിക്കണം. അത്തരത്തിൽ ഒരു നീക്കത്തിനും ഇവിടെ പച്ചക്കൊടി കാണിക്കരുത്. അതായത് ടോട്ടലി പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ ഒരു സമുദായത്തിന്, ഒരു മതവിഭാഗത്തിന് വേണ്ടി വല്ലാതെ ഈ മഹാവികാസ് അഘാടി പണിയെടുക്കുന്നു എന്ന ഒരു തോന്നൽ അവിടെ മറാത്ത ജനവിഭാഗത്തിനിടയിൽ ഉണ്ടായി എന്നത് വളരെ ശക്തമാണ്. നേരത്തെ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ RSSൻ്റെയൊക്കെ ഒരു സംഘടനാശേഷി അവിടെ വളരെ കൃത്യമായി, സംഘത്തിൻ്റെയൊക്കെ ഒരു സംഘടനാശേഷി അവിടെ കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു. ഒറ്റയ്ക്ക് നിന്നാൽ നമുക്കെന്തും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കെല്ലാം സാധ്യമാകും, വിഘടിച്ചു നിന്നാൽ എല്ലാം നഷ്ടമാകും എന്ന വലിയ മുദ്രാവാക്യമാണ് അവിടെ മഹായുതി വോട്ടർമാർക്ക് മുന്നിൽ വച്ചത്. അത് ഫലം കണ്ടിട്ടുണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അതിനകത്ത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഹരിയാന തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ മഹാരാഷ്ട്ര വരെ എടുത്തു വീശിയിരിക്കുന്ന ഒരു കാർഡുണ്ട്. ആ കാർഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ വിജയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ കാസ്റ്റ് സെൻസസ് പറയുക, ഹിന്ദുക്കളെ ജാതി തിരിച്ച് വിഭജിക്കുവാനുള്ള പരിശ്രമം നടത്തുക, ഇത് അദ്ദേഹം വലിയ തോതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വിഷലിപ്തമായ രീതിയിൽ അദ്ദേഹം പല ക്യാമ്പയിൻസിൻ്റെ ഇടയിലും അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈവൻ പട്ടാളക്കാർക്കിടയിൽ പോലും അദ്ദേഹം ജാതി പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ ദൗർഭാഗ്യകരമായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ. അത് ഹരിയാനയിൽ എത്തുമ്പോൾ അത് ചീറ്റിപ്പോയി. പക്ഷെ ആ ചീറ്റിപ്പോയത് കൊണ്ട് മാത്രം മഹാരാഷ്ട്രയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അദ്ദേഹം അത് ഉപയോഗിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി എന്താണ് എന്നും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ, ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിൽ ജാതിഭേദമന്യേ എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP 400 അബ്കി ബാർ 400 പാർ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ BJPയുടെ ഭാഗത്ത്, BJPയുടെ കേഡറിൻ്റെ ഭാഗത്ത് വലിയൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ജയിക്കും, 400 സീറ്റിന് മുകളിൽ ജയിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഓവർ കോൺഫിഡൻസ് കുറേയൊക്കെ മടി അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഈ പറയുന്ന നുണപ്രചരണങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഞാൻ അവിടുത്തെ നമ്മുടെ കുറച്ച് വർക്കേഴ്സിനോട് ഞാൻ സംസാരിക്കുമ്പോൾ, ഇപ്പോഴല്ല, ഞാൻ ഈ 2-3 മാസം മുമ്പ് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇവർ ഈ പറയുന്ന നുണ ശരിക്കും പറഞ്ഞാൽ അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അതിനെ കൃത്യമായിട്ടും പഴുതടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് ലാപ്പിലാണ് ഏറ്റവും അധികം അഡ്വാൻറ്റേജ് നമുക്ക് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ എന്നാണ് അവരത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റെക്ടിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കുമെന്നും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി എടുത്ത് വീശിയിരിക്കുന്ന ഈ പറയുന്ന കാസ്റ്റ് എന്ന് പറയുന്ന ആ വാള് അത്യന്തം ഭീതിതമാണ് എന്നുള്ള കാര്യം ഓരോ ഹിന്ദു സമുദായങ്ങളുടെ ഇടയിലും, ജാതി സമുദായങ്ങളുടെ ഇടയിൽ വലിയ ഭയത്തോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ വഖഫ് ബോർഡിൻ്റെതായ ഇഷ്യൂസും കയറി വന്നിരിക്കുന്നത്. അതായത് ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് ഭിന്നിക്കുക, അപ്പുറത്ത് ഈ പറയുന്ന വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് സംരക്ഷണം കൊടുക്കുക, അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കലി ചെയ്തു കൊടുക്കുക. ഇത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഇത് പല ആൾക്കാർക്കിടയിലും, പല നേതാക്കൾക്കിടയിലും അവർ, അതായത് എന്താണ്, തൽക്കാലം ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ ഇടയിൽ പോലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അവർ വീട്ടിലിരുന്ന ആൾക്കാർ പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കും 10 വോട്ട് പിടിക്കാമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന കാർഡ്, കോൺഗ്രസിൻ്റെ ഈ കാർഡ്, ജോർജ് സോറോസ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ കാർഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ടായിട്ടുണ്ട്. അത് എല്ലാ ദിവസവും വെള്ളിയാഴ്ചയല്ല എന്ന് അവർ ഓർക്കുന്നത് നല്ലതായിരിക്കും.